ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സന്തോഷമാണല്ലോ അല്ലേ? ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, എന്നെ വിശുദ്ധ സ്നാപകയോഹന്നാനെ പ്രത്യേകം സഭയിൽ അനുസ്മരിക്കുന്ന ദിവസമാണല്ലോ. ഇന്ന് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയൊക്കെ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സ്നാപകയോഹന്നാൻ പ്രത്യേകം മധ്യസ്ഥത, വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ അന്മോറും ചൊല്ലി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ 1-2 മെസ്സേജുകൾ കണ്ടു. ഒരെണ്ണം ഞാൻ കണ്ടായിരുന്നു, അതിനുശേഷം വീണ്ടും 1-2 കണ്ടപ്പോൾ 30 എന്ന് പ്രാർത്ഥന നല്ലതാന്ന് തോന്നി. അതിതാണ്, അതായത് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ തന്നെ, ജനിച്ച് അന്ന് മുതൽ തന്നെ ഈ ശരീരങ്ങൾ പോളം പോലെ വന്നിട്ട് ഇങ്ങനെ പോളം വന്ന് പൊട്ടുക, അങ്ങനത്തെ ഒരു അവസ്ഥ മൂലം ക്ലേശിക്കുന്ന 2-3 കുഞ്ഞുങ്ങളെങ്കിലും പാരൻസ് പ്രാർത്ഥനാ സഹായം ചോദിച്ച് കുറക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം അല്ലേ? അങ്ങനത്തെ രോഗപീഠകളൊക്കെ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും, വിശ്വാസം സൗഖ്യം കൊടുക്കും. നമുക്ക് അതിന് വേണ്ടി ഒരു നന്മറും ചൊല്ലി അവസാനം കുഞ്ഞുങ്ങൾക്കുള്ള ഇങ്ങനത്തെ പീഡകൾ വിട്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വഴി സൈഡിൽ നിന്നിട്ടാണ്, അതുകൊണ്ടാണ് പല ഒച്ചയൊക്കെ കേൾക്കുന്നത് കേട്ടോ. ഡോണ്ട് വറി. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ തിരുവചനം അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ്, സാധാരണഗതി നമ്മൾ അങ്ങ് ചിന്തിച്ചു പോകും എന്നുള്ളതാണ്. അതിനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപിയുടെ ഭാഗ്യത്തിൽ, അവന്റെ ഉയർച്ചയിൽ നീ അസൂയപ്പെടരുത്. എന്നിട്ട് പറയാ, അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അനേക ആൾക്കാരുടെ ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ചില മനുഷ്യർക്ക് സംസാരിക്കാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ എല്ലാം നടന്നു, നമുക്ക് എന്താ ഇങ്ങനെ കഷ്ടപ്പാടും സഹനവും. ഞാൻ വേറെ പലരും നോക്കണം, അവര് എല്ലാം അല്ലേ തരികട അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാം, പക്ഷെ ഭയങ്കരമായിട്ട് വിചാരിച്ച നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇതൊരു ചോദ്യമാണ് അല്ലേ? പലപ്പോഴും യുവജനങ്ങളെല്ലാം പല പ്രശ്നത്തിലാക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ വചനമുണ്ടല്ലോ, മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിരിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യരുടെ സ്വഭാവം അറിയുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് അപ്പോഴാണ് ഇതിനകത്ത് അന്ത്യവിധിയിലാണത്, ന്യായവിധിയിലാണത് എല്ലാം വെളിപ്പെടുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരുപാട് സഹനങ്ങളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും എല്ലാം ആവശ്യമാണ് അല്ലേ? അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളിലെ അഗ്നിയിലൂടെ നിങ്ങൾ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ വചനം പറയണേ. അതുകൊണ്ട് ബൈബിളിൽ പറയുന്നുണ്ട്, പാപിക്ക് കർത്താവ് സമ്പാദിക്കാനുള്ള സംഗതി കൊടുത്തിരിക്കുകയാണ് അല്ലേ? ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിന്റെ ഭവനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളിങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ഈ വാചനത്തിന് ലംഘനമായില്ലേ? പാപിയുടെ ഭാഗ്യത്തിൽ നീ അസൂയപ്പെടരുത്. കാരണം അവരുടെ അവസാനം നിനക്കറിയത്തില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോകുമ്പോൾ തീർന്നില്ല ജീവിതം, നിത്യതയില്ല അല്ലേ? അതുകൊണ്ടാണ് എൻ്റെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ആ ബൈബിളിലെ ധനവാന്റെ ലാസറിന്റെ രൂപം ചിന്തിച്ചു നോക്കുക അല്ലേ? ചിന്തിച്ചു നോക്കിയാൽ അപ്പോൾ ലാസറിന് വേണ്ടി ചിന്തിക്കുക, ഇവൻ എന്ത് മാത്രം സംഭവങ്ങളൊക്കെ അനുഗ്രഹങ്ങളൊക്കെയാണെന്ന് ചിന്തിക്കാം. പക്ഷെ അവസാനത്തിൽ എന്താ സംഭവിക്കുന്നത്? ധനവാന്റെ ജീവിതം തീരുന്നു, ലാസറോ ദൈവത്തിന്റെ നിത്യായുസിലേക്ക് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് സ്വരം പിന്നെന്താ വെച്ചാൽ ഈ തണുപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് ഓളി ചില കുറവ് കേട്ടോ. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതിൽ സന്തോഷം. വൈദ്യരുടെ ധ്യാനത്തിൻ്റെ കാർഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിൽ അത് കാർഡ് ഇടാൻ മറന്നുപോയി. ഞാൻ ഇട്ടേക്ക് അങ്ങോട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ അയച്ചു കൊടുക്കണം. ഫെബ്രുവരി 1-6 വൈദ്യരുടെ ധ്യാനം കേട്ടോ. പിന്നെ അവസാനിപ്പിച്ചേക്കാം. സ്തുതിക്കാം. ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമായ അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം കൊണ്ടും കൃപകൾ കൊണ്ടും അഭിഷേകം കൊണ്ടും ശക്തി കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇവരെ ശല്യപ്പെടുന്ന എല്ലാ പൈശാചികളും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിത്യാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ മേൽ ശക്തമായിട്ട് ആവസിക്കട്ടെ. ദൈവമേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്, എന്നെക്കുറിച്ച് അനുദപിക്കാൻ കൃപ ലഭിക്കാൻ, ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ ഒരു പ്രത്യേക വചനത്തിന് നിറവുണ്ടാകട്ടെ. കർത്താവ് പ്രത്യേകിച്ച് ജനിച്ച കുഞ്ഞുങ്ങൾ, ഇതുപോലെ ശരീരത്തിൽ ഇങ്ങനെ കുരുക്കൾ പോളമൊക്കെ വന്ന് പൊട്ടി ഒരുപാട് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരെ മാതാപിതാക്കന്മാരെ സമർപ്പിക്കുക. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഇങ്ങനത്തെ തരത്തിൽ അലർജി, ശരീരത്തിലുള്ള രോഗപീഠകൾ, എക്സീമ, അങ്ങനത്തെ കരപ്പൻ, അങ്ങനത്തെ എല്ലാ രോഗപീഠകളും ഈശോയുടെ നാമത്തിന് ശക്തി ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവ് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ആശീർവദിക്കുക. തിരുത്തരത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ രക്തം കൊണ്ട്, ഈശോയുടെ രക്തം കൊണ്ട് എല്ലാം കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കട്ടെ കർത്താവേ. യേശുവിൻ്റെ കുരിശൻ്റെ അടയാളം കുഞ്ഞന്മേൽ പതിയട്ടെ. ദുഷ്ടാരികളെ ബന്ധിക്കുന്ന കർത്താവ്
ഈശോയുടെ നാമത്തിൽ കുഞ്ഞുങ്ങളെ മാത്രമല്ല കുടുംബങ്ങളെല്ലാവരെയും ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.